ആളുകൾ വിക്രം 2, കൈവി 2, LCU ഷോർട്ട് ഫിലിം, ഇരുമ്പുകൈ മായാവി 2 പോലുള്ള സിനിമകൾ കാത്തിരിക്കുമ്പോഴാണ് ലോകേഷിന്റെ അടുത്ത പടത്തിന്റെ അനൗൺസ്മെന്റ് വീഡിയോ റിലീസായത്. ഐക്കൺ സ്റ്റാർ അല്ലു അർജുനൊപ്പം അദ്ദേഹം ഒരു പടത്തിൽ അസോസിയേറ്റ് ചെയ്തു. ആഫ്റ്റർ കൂലി ഒരു കംബാക്കിന് തയ്യാറെടുക്കുന്ന ലോകേഷിന് ഇതൊരു വമ്പൻ കോംബോ തന്നെയാണ്. വീഡിയോ വന്നു, അതിലെ ഗ്രാഫിക്സും BGM അനിരുദ്ധിന്റെ വർക്കൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ലിയോ 2 ആണ് എന്നൊരു റൂമർ വന്നത്. അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള പല ഡീകോഡിംഗ് വീഡിയോസും വരാൻ തുടങ്ങി. ഒരു എക്സാക്ട് ഒഫീഷ്യലായിട്ടൊന്നും പറയാൻ പറ്റില്ലെങ്കിലും പല തെളിവുകളും അവർ നിരത്തി. നോക്കിയപ്പോ അല്ലു അർജുന്റെ കയ്യിൽ ഇടിവള അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്ക് ആണല്ലോ. ഇടിവള ഇട്ടുകൊണ്ടുള്ള പരിപാടിയാണ് മിക്ക പടത്തിൽ. അപ്പോൾ അത് ഇതിനകത്തുണ്ട്. പിന്നെ നോക്കിയപ്പോ കുതിരപ്പുറത്ത് നിൽക്കുന്ന ഒരു ഷോട്ട് കാണിച്ചേക്കുന്നു. അതും ലിയോയിലെ ഒരു സീനോടെ കാണിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഏതാണ് കുതിരപ്പുറത്ത് വന്ന സീൻ ഏതാ നോക്കിയപ്പോഴാണ് ശരിയാ, അതിനകത്ത് അങ്ങനെ സീനുണ്ട്. ആ പരുന്ത് ശരിയാ, ലിയോയ്ക്കകത്തും ഒരു പരുന്തുണ്ട്. ഇവിടെ ഫൈറ്റ് ഒരു പരുന്ത് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ഷോട്ടുണ്ട്. എന്തോ കാണിക്കും. പിന്നെ നോക്കിയപ്പോഴാണ് പരുന്ത്. ശരിയാണല്ലോ, ലിയോയ്ക്കകത്തും ഉണ്ട് ഒരു പരുന്ത്. എന്തിനോ ഇങ്ങനെ കിടന്ന് പറക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അയ്യോ, അതിനുശേഷം ഫസ്റ്റ് ഷോട്ടിൽ ആ കണ്ണ് ഇങ്ങനെ തുറക്കുന്നത്, അത് ആ ഷോട്ടും ഇതും കൂടെ കമ്പയർ ചെയ്യുന്ന കണ്ടു. CBM ശേഷം ഇതൊന്നും പറഞ്ഞിട്ട് ലിയോയുടെ ഒരു ഫോട്ടോയും ഈ അനൗൺസ്മെന്റ് വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ നോക്കി വന്നപ്പം ലിയോ 2 ആണോ എന്ന രീതിയിലുള്ള ഒരു ഡീകോഡിങ് ആണ് പലരും നടത്തുന്നത്. അതിനിടയ്ക്ക് ഒരു റൂമർ ഉണ്ടായിരുന്നു, വലയപ്പേച്ച് ടീമിന്റെ അവിടെ അല്ലു അർജുൻ തമിഴ്നാട്ടിൽ വിജയുടെ സ്ഥാനം പിടിക്കാൻ നോക്കുകയാണ്. പുള്ളി രാഷ്ട്രീയത്തിലേക്ക് പോയി, ആ കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്, അല്ലു അർജുൻ വേണം. ഇതാണ് വലയപ്പേച്ച് പറഞ്ഞ ഒരു റൂമറാണ്. അവരും റൂമർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതൊന്നും അത്ര പറഞ്ഞ പോലെ, കാരണം ഇവിടെ വന്ന് വിജയുടെ സ്ഥാനം പിടിക്കാൻ നടക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ അതുപോലൊരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കണം എന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. പറഞ്ഞ പോലെ അതുകൊണ്ടാണ് അദ്ദേഹം അടുത്തടുത്തായിട്ട് 2 തമിഴ് ഡയറക്ടേഴ്സിന്റെ കൂടാണ് അസോസിയേറ്റ് ചെയ്തേക്കുന്നത്. തമിഴ് ഡയറക്ടേഴ്സ് എന്നതിനേക്കാളും 1000 കോടി കളക്ട് ചെയ്യിക്കാൻ കഴിവുള്ള ഡയറക്ടർ എന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം ജവാൻ നമ്മൾ കണ്ടതാണ് 1000 കോടി അടിച്ചത്. എങ്ങനെ അടിക്കുന്നു എന്നൊന്നും നമുക്ക് അറിയണ്ട. എങ്ങനെ 1000 കോടി അടിച്ച് പുള്ളിക്കാരൻ അത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ വേറെ ഏതാണ്ടൊക്കെ ഒരു അനൗൺസ്മെന്റ് വീഡിയോ ഒക്കെ ഇങ്ങനെ സൂപ്പർ ഹീറോ ഇതാണ് മറ്റേതാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അറ്റ്ലി ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ല. എന്നാലും ഈ ഒലിപ്പിക്കൽ കാണുമ്പോൾ നമുക്ക് പിന്നെ ഒരു പുള്ളിക്കാരൻ കാണുള്ളൂ. തെറി ഒരു പോസ്റ്റർ തൊട്ടേ തുടങ്ങിയ പരിപാടിയാണ്. തെറിയുടെ പോസ്റ്റർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. 3 വിജയ് ഇങ്ങനെ നിൽക്കുക. ഒരു വിജയുടെ ഒരു പോലീസ് വിജയ് ഇങ്ങനെ ഒത്തി വെച്ചേക്കും. ഇപ്പുറത്തൊരു വിജയെ ചുമ്മാ നിർത്തിയേക്കും. അപ്പൊ അന്ന് തൊട്ടേ തുടങ്ങിയ പരിപാടിയാണ്. ദീപികയുണ്ട്. ദീപികയൊക്കെ എനിക്ക് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നയൻതാരെ കാസ്റ്റ് ചെയ്ത വ്യക്തിയല്ലേ. ദീപികയെ മറ്റ് പടങ്ങളിൽ നിന്നെല്ലാം മാറ്റുമ്പോഴും അറ്റ്ലിയുടെ പടത്തിലോട്ട് വിളിച്ച് വീണ്ടും ദീപികയെ ഉൾപ്പെടുത്തുമായിരുന്നു. എന്തായാലും പടം 1000 കോടി അടുപ്പിക്കാൻ പുള്ളിക്കാരന് അറിയാം. എന്ത് റീമിക്സ് ആയാലും കൊള്ളാം, ഇനി ഒറിജിനൽ ആയാലും കൊള്ളാം. തെറിക്കാത്ത ഒരു സീനുണ്ടല്ലോ, ആ കൊച്ചു കുഞ്ഞ് ചോക്ലേറ്റ് തിന്നുന്നു, അതൊക്കെ രസം തന്നെ. അപ്പം അതുപോലെയാണ് ലോകേഷിന്റെ കാര്യം. ലോകേഷിന് ഈ പറഞ്ഞ പോലെ 1000 crore എത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. കൂലി വെച്ചിട്ട് പുള്ളിക്കാരൻ ഓവർ റേറ്റഡ് ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. കൂലിയിൽ എന്തോ സംഭവിച്ചു, നമുക്കത് അറിഞ്ഞുകൂടാ. ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു ചിത്രമാണ് കൂലി. ഈ ഓവർ റേറ്റഡ് ആണെന്ന് പറയണമെങ്കിൽ മാസ്റ്റർ തൊട്ടേ പറയണം. മാസ്റ്ററുടെ സെക്കൻഡ് ഹാഫ് ഒക്കെ അയ്യോ വൻ വിഷയമായിരുന്നു. ലിയോയുടെ സെക്കൻഡ് ഹാഫ് പണി അറിയാം എന്നാണ് പൊതുവെ ഒരു ഇത്. മാനഗരമൊക്കെ നല്ല ഓടുന്നുണ്ട്. അടുത്ത പടം ത്രിവിക്രമിന്റെ കൂടാണ്, ഗോഡ് ഓഫ് വാർ എന്ന് പറയുന്ന ഒരു മൂവി. അതിന്റെ പോസ്റ്ററൊക്കെ എഡിറ്റ് ചെയ്തിട്ടേക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസങ്ങളുടെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, എന്നാലും അങ്ങനെ ഒരു കണക്ട് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടായിരിക്കാം തമിഴ് ഓഡിയൻസിനെ പുള്ളിക്കാരൻ പിടിക്കാൻ പോവാണ്, തമിഴ് ഓഡിയൻസിനെ മൊത്തം കയ്യിലെടുക്കാൻ പോവുക എന്നൊക്കെയുള്ളൊരു ഇത് വന്നത്. ശരിക്കും എനിക്ക് കേട്ടിട്ട് നേഷൻ വൈഡ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കുറെ ഡയറക്ടേഴ്സിനെ വെച്ച് അല്ലെങ്കിൽ തലപതി വിജയ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ലിമിറ്റേഷനിലേക്ക് ഒതുങ്ങാനല്ല. പിന്നെ